ഇത് റെസിപ്രോക്കേറ്റിംഗ് പമ്പ്, അതിൻ്റെ ഡേറ്റയെല്ലാം ഉണ്ട്, ആവശ്യമുള്ളതെല്ലാം നോട്ട് ഡൗൺ ചെയ്യാം. ഇതാണ് നമ്മുടെ റെസിപ്രോക്കേറ്റിംഗ് പമ്പ് ടെസ്റ്റ് റിഗ്, 2 HP കപ്പാസിറ്റി. ഈ RPM ഇവിടെ ഓൺ അല്ലെങ്കിൽ ഈ സ്വിച്ച് ഒന്ന് കൊടുക്കുക, അല്ലെങ്കിൽ ഇവിടെ ഒന്ന് ഫ്യൂസ് തട്ടി കൊടുക്കുക. ഓക്കെ, സെൻട്രിഫ്യൂഗൽ പമ്പ് ചെയ്ത പോലെ തന്നെ, അല്ലെങ്കിൽ അതേ സെയിം പ്രൊസീജിയറാണ്. പക്ഷേ ഇവിടെ ചെറിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ പ്രഷർ ഗേജിന് കറസ്പോണ്ടിങ് ഒരു വാക്യൂം ഗേജ് വരണ്ടല്ലേ, അത് ബാക്ക് സൈഡ് സെറ്റ് ചെയ്തിരിക്കും, അത്രേ ഉള്ളൂ. ഇതാണ് അത് ഇവിടെ ഉണ്ട്, അത് ഇവിടെ ഉണ്ട് സംഭവം. വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, മറ്റ് പമ്പുകൾ ചെയ്യുന്ന പോലെ തന്നെയാണ്. ഇതാണ് സെൻട്രിഫ്യൂഗൽ പമ്പ്. ഇതിനകത്തൊരു പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെൻ്റ് ഉണ്ട്, അതിൻ്റെ ഫോർവേഡ് ബാക്ക്വേഡ് മൂവ്മെൻറ്റിലാണ് വെള്ളം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോക്കിയേ, ഈ പ്രഷർ ഗേജ് കണക്ട് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ഈ ഹൈറ്റും ഈ പ്രഷർ ഗേജ് വാക്യൂം ഗേജ് സെറ്റ് ചെയ്യുന്ന ഹൈറ്റും തമ്മിലൊരു വ്യത്യാസമുണ്ട്. അതാണ് 38 സെൻറ്റിമീറ്റർ എന്ന് നമ്മുടെ ബോർഡിലുണ്ടായിരുന്നത്. അതായത് ഈ ഹൈറ്റും ഈ ഹൈറ്റും, ഈ 2 ഹൈറ്റ്, അതാണ് ഈ 38 സെൻറ്റിമീറ്റർ എന്ന് നിങ്ങളുടെ കാൽക്കുലേഷനകത്ത് കാണുന്നത്. അത് ഇവിടെ എഴുതിയിട്ടുണ്ട്, കണ്ടോ, 38 സെൻറ്റിമീറ്റർ, 38 സെൻറ്റിമീറ്റർ ഡിഫറൻസ് ബിറ്റ്വീൻ ഗേജ്. ഇത് ആദ്യമേ തന്നെ വെരി ഡേഞ്ചറസ് ആണ്. എന്തുകൊണ്ട്? ഇതിൻ്റെ ഡെലിവറി വാൽവ് എപ്പോഴും ഓപ്പൺ ആയിരിക്കണം. ഗിയർ പമ്പിൻ്റെ കാര്യം പറഞ്ഞ പോലെ അല്ല, ഗിയർ പമ്പ് ആയാലും റെസിപ്രോക്കേറ്റിംഗ് പമ്പ് ആയാലും പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പാണ്. അപ്പോൾ അതിൻ്റെ ഡെലിവറി സൈഡിലെ വാൽവ് എപ്പോഴും ഓപ്പൺ ആയിരിക്കണം. ഈ വാൽവ് എപ്പോഴും ഓപ്പൺ ആയിരിക്കണം. പിന്നെ ഇത് ബൈപ്പാസ്, ഇത് ഈ ടാങ്കിന് റീഡിങ് എടുക്കേണ്ട സമയത്ത് മാത്രം ഇത് ക്ലോസ് ചെയ്യുക, അല്ലാത്തപ്പോൾ എപ്പോഴും ഇത് ഓപ്പൺ ആയിരിക്കണം. ഈ വാൽവ് എപ്പോഴും ഓപ്പൺ ആയിരിക്കണം. ടാങ്കിലെ മെഷർമെൻറ്റ് റീഡിങ് എടുക്കാൻ വേണ്ടി മാത്രം. അതായത് ഈ ഒരു ടാങ്കിൽ 5 സെൻറ്റിമീറ്റർ വെള്ളം ഉയരാൻ വേണ്ട സമയം നോട്ട് ഡൗൺ ചെയ്യുന്നില്ലേ, ആ സമയത്ത് മാത്രമേ ഈ വാൽവ് ക്ലോസ് ചെയ്യാവൂ. ഇനി നോക്കിയേ, ഇവിടെ നമുക്ക് RPMൻ്റെ ആവശ്യമുണ്ട്, കാരണം നമുക്ക് തിയററ്റിക്കൽ ഡിസ്ചാർജ് കണ്ടുപിടിക്കണം. അപ്പോൾ RPMൻ്റെ ആവശ്യമുണ്ട്. അപ്പുറത്ത് സെൻട്രിഫ്യൂഗൽ പമ്പ് കോൺസ്റ്റൻറ്റ് സ്പീഡിലാണ് ഓടിക്കുന്നത്, ഇതും കോൺസ്റ്റൻറ്റ് സ്പീഡിൽ തന്നെയാണ് ഓടുന്നത്. എന്നാൽ RPM തിയററ്റിക്കൽ ഡിസ്ചാർജിൻ്റെ ഒക്കെ സ്ലിപ്പിൻ്റെ ഒക്കെ ആവശ്യത്തിന് വേണ്ടിയാണ് അത് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഇത് ജസ്റ്റ് പമ്പിൻ്റെ പ്രൊസീജിയർ പോലെ തന്നെ സ്വിച്ച് ഓൺ ചെയ്യുക. ഈ വാൽവ് എപ്പോഴും ഓപ്പൺ ആയിരിക്കണം. അപ്പോൾ റീഡിങ് 0 തന്നെയായിരിക്കും. ഈ പ്രഷർ ഗേജ് റീഡിങ് 0 ആയിരിക്കും. ഈ വാൽവ് പതുക്കെ ഒന്ന് തട്ടി കൊടുക്കുക, ഇത് അങ്ങോട്ട് നീക്കുക, പതുക്കെ ഇങ്ങനെ ഒന്ന് മൂവ് ചെയ്യുകയോ ചെയ്യാവും. അതനുസരിച്ച് ഇവിടെ വാല്യൂ മാറും. ഈ റെസിപ്രോക്കേറ്റിംഗ് വീഡിയോ കാണുന്നവർ ആദ്യം സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ വീഡിയോ ഒന്ന് കാണണം, അതിന് ശേഷമേ ഇത് കാണാവൂ കേട്ടോ. ഇത് നോക്കി, ഇത് ഞാൻ പമ്പ് ഓൺ ചെയ്യുന്നു. ഇവിടെ ബൈപ്പാസിൽ കൂടെ വെള്ളം പൊക്കോണ്ടിരിക്കുകയാണ്. ഇതാണ് ബൈപ്പാസ് കൂടെ വെള്ളം പോകുന്നു. ഈ ബൈപ്പാസ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ വെള്ളം വരും. അപ്പോൾ നമുക്ക് ടാങ്കിൽ 5 സെൻറ്റിമീറ്റർ വെള്ളം ഉയരാൻ വേണ്ട സമയം നോട്ട് ഡൗൺ ചെയ്യുമല്ലോ, അതിനുവേണ്ടി ഇത് ബൈപ്പാസ് ക്ലോസ് ആയിരിക്കണം, താഴത്തെ ഇതും ക്ലോസ് ആയിരിക്കണം. ഇത് ക്ലോസ് ആകുമ്പോൾ നമുക്ക് ടാങ്കിനകത്ത് വെള്ളം നിറയും. പക്ഷേ ഇവിടെ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പാണ്, ഡിസ്ചാർജ് വളരെ കുറവായിരിക്കും, അതുകൊണ്ട് സമയമെടുക്കും. എന്നാലും എപ്പോഴും ഈ ഒരു ബൈപ്പാസ് ഓപ്പൺ ആയിരിക്കണം. ഇനി നോക്കി, ഇവിടെ വാക്യൂം ഗേജ് റീഡിങ് സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ പോലെ തന്നെ, ഒരു മാറ്റവുമില്ല. ഇവിടെ 0-നും 2-നും ഇടയ്ക്ക് 10 ഡിവിഷൻ. അങ്ങനെ വരുമ്പം ആ കാണുന്ന 0 തന്നെയാണ് 0.2. കാരണം ഇപ്പോൾ 0-ലാണല്ലോ, 0-ലാണെങ്കിൽ നമുക്ക് ഒരു ഡിസ്ചാർജ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനെ 0.2 ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. 0.2, 0.4, 0.6, 0.8, 1, പിന്നെ 1.2, 1.4, 1.6, 1.8, 2. അങ്ങനെയാണ് ഇതിൻ്റെ ഡിവിഷൻ, kg/cm². അപ്പോൾ ആദ്യത്തെ റീഡിങ്, ഏറ്റവും ആദ്യത്തെ ട്രയൽ 0.2 എന്ന് പറഞ്ഞാൽ തന്നെ എടുക്കുക. അപ്പോൾ 0-ലാണെങ്കിലും 0.2 എന്ന് പറഞ്ഞാൽ എടുക്കുക. എന്തൊക്കെ എടുക്കണം? RPM നോട്ട് ഡൗൺ ചെയ്യണം, എനർജി മീറ്ററിലെ ഫുൾ റെവല്യൂഷൻ വേണ്ട സമയം നോട്ട് ഡൗൺ ചെയ്യണം, ഈ ടാങ്ക് അത് വെള്ളം നിറയാൻ വേണ്ട സമയം നോട്ട് ചെയ്യണം, പിന്നെ വാക്യൂം ഗേജ് റീഡിങ്ങും സെറ്റ് ചെയ്യണം. പിന്നെ ഇത് പെതുക്കെ ഒന്ന് തട്ടിക്കൊടുക്കുക, പെതുക്കെ. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് സൗണ്ടൊക്കെ ഒന്ന് മാറും, വൈബ്രേറ്റ് ചെയ്ത് തുടങ്ങി. കറക്റ്റ് നേരെ നോക്കണം, ഇതുപോലെ തന്നെ നോക്കണേ. ഇപ്പോൾ ഏകദേശം 2-ലെത്തി. അപ്പോൾ നമുക്ക് ഇതിനെ ഇങ്ങനെ വെച്ചാൽ മതി. ഏകദേശം 2-ലും 0-ലും നിൽക്കണം. അപ്പോൾ ഇത് 2 ശരിക്കും 4ആണ്, 0.4 ആണ് കേട്ടോ, മറന്നുപോലെ. റെസിപ്രോക്കേറ്റിംഗ് പമ്പിൻ്റെ കേസിൽ ഇവിടെ 0 എന്ന് പറഞ്ഞ വാല്യൂ ഇല്ല. ഇത് 0.0 തന്നെയാണ്, 0.2, പിന്നെ 0.4, 0.6, 0.8, 1 അങ്ങനെയായിരിക്കും. ഇത് സെയിം ആണ് റെസിപ്രോക്കേറ്റിംഗ് പമ്പുമായിട്ട്. അപ്പോൾ റെസിപ്രോക്കേറ്റിംഗ് അല്ല, സെൻട്രിഫ്യൂഗൽ പമ്പുമായിട്ട് സെയിം ആയിരിക്കും. അപ്പോൾ ആദ്യം നിങ്ങൾ ഈ സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ വീഡിയോ ഒന്ന് കാണണം.
അതുകൊണ്ടാണ് ഇത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. അതേ പ്രൊസീജിയറാണ്. എന്തോ വ്യത്യാസം വന്നത്, ഇത് മാറിയിട്ട് ഇവിടെ ആയിരിക്കാം, സെൻട്രിഫ്യൂഗൽ പമ്പ് ഇവിടെ ആണെങ്കിൽ അത് ബാക്ക് സൈഡിൽ പോയി, അത്രേ ഉള്ളൂ വ്യത്യാസം. ബാക്കിയെല്ലാം സെയിം ആണ്.